ഭരണം ലഭിച്ചു കഴിഞ്ഞെന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന UDF-ന് അവർ പ്രതീക്ഷിക്കുന്ന ഒരു വിജയം ലഭിച്ചാൽ തന്നെ മുഖ്യമന്ത്രിയുടെ മാത്രമല്ല ഈ മന്ത്രിമാരുടെ നിർണയവും വലിയ വെല്ലുവിളിയാകാൻ സാധ്യതയില്ല. ആഗ്രഹിക്കാൻ എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും ഈ വലിയ പ്രതിസന്ധി തന്നെ എന്തായാലും അവർക്കുണ്ടാകും. UDF മന്ത്രിസഭാ രൂപീകരണം എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷത്തെ പോലെയല്ല. പല ഘടകങ്ങളും അവർക്ക് നോക്കേണ്ടതായിട്ട് വരും. ജാതിമത സാമുദായിക ശക്തികളുടെ സമ്മർദ്ദത്തിനും വഴങ്ങേണ്ടതായിട്ട് വരും. ഈ മുസ്ലിം ലീഗിൽ നിന്നും വരാനിടയുള്ള 5 മന്ത്രിമാരും മുസ്ലിം സമുദായത്തിൽ നിന്നാകുമെന്ന കാര്യം എന്തായാലും ഉറപ്പാണ്. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിനായിട്ട് ഇപ്പോൾ രംഗത്തുള്ള VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവര് നായർ സമുദായത്തിൽ നിന്നുള്ളവരാണ്. ഈ UDF-ന് ഭരണം ലഭിച്ചാൽ മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നവരിലും ഈ വിഭാഗത്തിന് തന്നെയാണ് ഒരു മുൻതൂക്കം ഞാൻ കാണുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K മുരളീധരൻ, PC വിഷ്ണുനാഥ്, VS ശിവകുമാർ എന്നിവർ വിജയിച്ചാൽ ഇവരെ തീർച്ചയായിട്ടും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കേണ്ടതായിട്ട് വരും. ഇതിനു പുറമെ KPCC-യുടെ പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫ്, T സിദ്ദിഖ്, AP അനിൽകുമാർ, ആര്യാടൻ ഷൗക്കത്ത്, TN പ്രതാപൻ, CPM-ൽ നിന്നും എത്തിയ PK ശശി, G സുധാകരൻ, അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ പിന്തുണയിലെ രമേശ് പിഷാരടി, മാത്യു കുഴനാടൻ, ടോണി ചമ്മണി, ലിജു, റോയി K പൗലോസ്, ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാന്, രമ്യ ഹരിദാസ് തുടങ്ങി വലിയൊരു പട തന്നെ വിജയിച്ചാലും മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നവരാണ്. ഇനി ലീഗിന് പുറത്തുള്ള ഘടകകക്ഷികളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ CP ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ് എന്നിവർക്കും മന്ത്രിസ്ഥാനം എന്തായാലും നൽകേണ്ടതായിട്ട് വരും. ഇനിയിപ്പോ പാലായിൽ നിന്ന് ഇത്തവണ വിജയിച്ചാൽ മാണി C കാപ്പൻ വരെ മന്ത്രിസ്ഥാനം എന്തായാലും ആവശ്യപ്പെടും. ഇവരെല്ലാം ജയിക്കുകയും UDF-ന് അധികാരം ലഭിക്കുകയും ചെയ്താൽ പോലും ഈ പറഞ്ഞ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയില്ല എന്നത് എന്തായാലും ഉറപ്പാണ്. അതോടെ നടക്കാൻ പോകുന്നത് പൊരിഞ്ഞടിയും പാരോയ്പും ആയിരിക്കും. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇതാണ് സ്ഥിതിയെങ്കിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത് വലിയ കടിപിടിയായിരിക്കും. UDF-ന് വോട്ട് ചെയ്തവരെ നാണം കെട്ട് തല താഴ്ത്താൻ പോകുന്നതും എന്തായാലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തന്നെയായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്നത് മെയ് 4-ന് വോട്ടെണ്ണി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. തൽക്കാലം അതുവരെ എന്തായാലും കാത്തിരിക്കേ നിവൃത്തിയുള്ളൂ.